വാട്സപ്പ് ഗെയിമേഴ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും ഇന്ന് ഗെയിം സ്റ്റോർ സിമുലേറ്ററാണ് കളിക്കാൻ പോകുന്നത്. ഗെയിമിംഗ് ഷോപ്പ് സിമുലേറ്റർ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. നമ്മൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് കഴിച്ചത്. പിന്നെ സൂപ്പർ മാർക്കറ്റ് ബിസിനസ് ചെയ്യണ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത് കണ്ടിന്യൂ ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് ഈ ഗെയിമിൽ നമുക്കൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ നല്ല മണി കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് മറ്റേ ബിസിനസ്സിൽ അങ്ങനെയല്ല, അത്രയ്ക്ക് മണി കിട്ടണില്ല. മാത്രമല്ല അത്രയ്ക്ക് മെച്ചമായിട്ടല്ല നമ്മുടെ ബിസിനസ് പോണത്. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. ഓക്കെ, സ്ക്രീൻ ഓഫ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കാര്യത്തേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടില്ല. ഫസ്റ്റ് നമ്മൾ ഈ സംഭവങ്ങളൊന്ന് ക്ലീൻ ചെയ്യട്ടെ. ഓക്കെ, അതുവരെ നമ്മൾ പുതിയ പ്രോഡക്റ്റ് ലൈസൻസൊക്കെ നമ്മൾ അൺലോക്ക് ചെയ്തിരുന്നു. നമ്മൾ പുതിയ പ്രോഡക്റ്റിൻ്റെ ലൈസൻസൊക്കെ മേടിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്യാം. നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഈ ഒരു ക്യാഷ് കൗണ്ടർ ഉണ്ട്, പക്ഷേ ഇത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എനിക്കിത് ഹോൾഡ് ചെയ്ത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് പെർമനൻ്റായിട്ട് ഇവിടെ ഫിക്സ് ചെയ്താണ്. സോ എനിക്കിത് മൂവ് ചെയ്യണ്ടി കുറേ കൺസ്ട്രക്ഷൻ പണിക്കാരൻ ആദ്യമേ വരുന്നുണ്ട്. കണ്ടത് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കണില്ല. ഓക്കെ, ഡേ 9 ആണ്. മോളെ നിങ്ങൾക്ക് ഡേ കാണാൻ പറ്റും, ഡേ 9. എവിടെ ഇവിടെ ക്യാഷ് കൗണ്ടർ ഉണ്ടല്ലോ, പിന്നെ നിങ്ങളെന്തിനാ? ഓ, ഇത് 10 ദൈവമേ. ഇതിനിപ്പോൾ അവിടെ വന്നിക്ക് ഇവിടെ വന്നിക്ക് ഞാൻ എന്ത് ചെയ്യണേ? എൻ്റെ ചേച്ചി ക്യാഷ് കൗണ്ടർ ക്ലോസ് ആണ്, ഇങ്ങോട്ട് വരണ്ട. ഇതെനിക്കിപ്പോൾ പണിയായി ഗൈസ്, എനിക്കിതിപ്പോൾ പണിയായി. ഇപ്പം അങ്ങോട്ടും പോകണം ഇങ്ങോട്ടും വരണം. ദൂരികൾ ഇവിടെ വരുന്നതുകൊണ്ടാണ് ഞാൻ അത് അവിടെ കൊണ്ടുവച്ചത്. അപ്പോൾ എല്ലാം കൂടി പൊക്കി പിടിച്ച് ഇങ്ങോട്ട് വരും. പോമ്മച്ചി, എല്ലാവരും കൂടി ഇങ്ങോട്ട് വരണ്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വന്നത്. സാധനം കടയിൽ അതേ നിങ്ങൾക്ക് ഫ്രണ്ടിൽ ക്യാഷ് കൗണ്ടർ കാണാൻ പറ്റും, അതേപോലെയാണ് ശരിക്കും ക്യാഷ് കൗണ്ടർ ഉണ്ടാവാറ്. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും ചെക്കൗട്ട്. എനിക്ക് പണിയായി ഗൈസ്. ഇത് പൊഞ്ഞേട്ടാ, നിങ്ങളെല്ലാം ഇങ്ങോട്ട് വന്നാൽ മതി. എന്നിട്ട് അങ്ങോട്ട് പോകും. ഇയാൾക്ക് 3 കൺട്രോളർ ഗെയിം കളിക്കാൻ 2 പോരെ. സിംഗിളാണെങ്കിൽ ഒരെണ്ണം മതി ഗൈസ്. ഇയാൾ 3 കൺട്രോളൊക്കെ മേടിച്ചോണ്ട് പോകും. ഞാനേ ആ ക്യാഷ് കൗണ്ടർ ഡിലീറ്റ് ചെയ്യാൻ എന്തെങ്കിലും സംഭവം ഉണ്ടോ എന്ന് നോക്കട്ടെ. പിന്നെ പേയ്മെൻറ്റ്സ് ചെയ്താൽ നമുക്ക് ഇതേപോലത്തെ സംഭവം കിട്ടും. ഓ പണ്ടാരം, ഇതിൻ്റെ സ്റ്റോക്ക് ഇതെന്താ? ഷോപ്പ് എക്സ്പാൻഡായി. ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ ഗൈസ്.
ചേട്ടന്മാരെ എല്ലാവരും കൂടെ പോയേ. ഷോപ്പ് ക്ലോസ് ചെയ്ത് എല്ലാവരും പോവാ. വീട്ടിൽ പോ എല്ലാവരും വീട്ടിൽ പോ. ഇതുങ്ങളോട് ഇവിടെ വന്ന് നിൽക്കല്ലേ, നമ്മൾ വൈകുന്നേരം പക്ഷെ പറഞ്ഞു. എല്ലാവരും ഇവിടെ വരണാണ്. ഞാൻ മുമ്പിൽ ക്യാഷ് കൊണ്ട് ഇറങ്ങി. അപ്പം എല്ലാവരും കൂടി ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചോണ്ട് വരും വീണ്ടും. ഇപ്പോൾ അവിടെ ഇവിടെ ആൾ വന്നാൽ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല. ഇതിലാണെങ്കിൽ നമുക്ക് വർക്കേഴ്സിനെ ഹയർ ചെയ്യണമെങ്കിൽ മിനിമം വൺ ഡേക്ക് മാത്രമേ നമുക്ക് ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ദിവസം ഹയർ ചെയ്യാൻ പറ്റില്ല. ദൂരികളും ഒന്ന് താഴെട്ടാ അങ്ങോട്ട്. ഇവരെന്താണ് ഇവിടെ മൂക്കി തുപ്പിട്ട് പോണു. ഒരു ഷോപ്പിന് റേറ്റിങ്സ് ഒക്കെ തരുന്നു കേട്ടോ. ഒരു 6 PS ഇവിടെ പുറത്ത് വന്ന് കിടക്കുന്നുണ്ട്. ഗൈസ് ഒരു ഗെയിം സ്റ്റോർ, ചെറിയൊരു സ്റ്റോർ പോരെ. നമ്മൾ ഈ മാള് പോലെ ഒന്നും ചെയ്യണ്. പിന്നെ എന്തിനാ ഇത്ര എക്സ്പാൻഡ് ചെയ്യണ്? ഇതെന്താ വല്ല ഫുട്ബോൾ കളികളുടെ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ. വിടുക റൊട്ടേറ്റ്. ഇതെന്താ ചുമര തീർക്കണം. ഇങ്ങോട്ട് വായ. ലേബലൊക്കെ ഫിക്സ് ചെയ്യാൻ പറയണ്ടേ. ഞാൻ ആ ചുമരുമ്പോൾ കൊണ്ട് ചാർത്തി വെക്കണില്ല ഗൈസ്. ബിക്കോസ് ഇനി അത് അങ്ങോട്ട് എക്സ്പാൻഡ് ആവും. അപ്പോൾ വീണ്ടും തിരിച്ച് വെക്കേണ്ടി വരും. സോ ഞാൻ പണി ചെയ്യണില്ല. അല്ലെങ്കിൽ ഈ ഗെയിം സ്റ്റോറിന് ഇത്ര സ്പേസ് പോരെ. ഇത് ഒരുമാതിരി ഇത് ജസ്റ്റ് ലൈക്ക് നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടി നമ്മളൊരു റൂമിനകത്ത് കയറിയില്ല. അതേമാതിരിയുള്ളൊരു എക്സ്പാൻഡ് ചെയ്ത് നമ്മൾ വെച്ചിരിക്കുക. എന്തിനാണാവും. കല്യാണ ഹോള് മാതിരി ഉണ്ട് ഗൈസ്. എന്തിനാ ഇത്ര അധികം? ഒറ്റയ്ക്ക് ഞാൻ മാനേജ് ചെയ്യണ്ടേ. അപ്പോൾ സൂപ്പർ മാർക്കറ്റ് ബിസിനസ് തുടങ്ങാൻ എനിക്ക് ഇവിടെ താല്പര്യമൊന്നുമില്ല. കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു സബ് ചെയ്യണില്ല, നിങ്ങളതും കൂടി ചെയ്തേക്കാം. ഓക്കെ, ഞാൻ എല്ലാ വീഡിയോ ഇങ്ങനെ പറയണ്ട ഗൈസ്. കഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോ ചെയ്യണം. നിങ്ങൾ സബ് ചെയ്യ ഗൈസ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഒരു ഓട്ടോറിക്ഷ വിളിക്കേണ്ടി വരില്ല. ഈ വധൂരി ഇവിടെ നിന്ന് എടുത്ത് മാറ്റാൻ വല്ല വകയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഗൈസ്. അയ്യോ, അറിയാതെ ഞാൻ എന്തോ വിളിച്ചേക്ക്. ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ വലിച്ചറിയണേ പ്ലീസ്. ഒരുമാതിരി ചിത്രം കാണിക്കണം ഗൈസ്. ഒരു പെട്ടിയിൽ ഒരു PS5 എന്നാ ഞാൻ ഓർഡർ ചെയ്ത സാധനം അവിടെ പോയി കിടക്കണം. ഞാൻ ഓർഡർ ചെയ്തത് ഇവിടെ
PS എന്നാണ് ഈ ബിൽഡിങ്ങിനാണ്. ഈശ്വര, ഇനി ഇതെന്തിറ്റാ? സ്റ്റോറേജ്. അയ്യോ, സ്റ്റോറേജ് അല്ല, പ്ലെയർ. അയ്യോ, ഇനി പ്ലെയർ റൂം. ഇതെന്തിനുള്ള റൂമാണ്? എന്തിനി ഇവിടെ വരണം വെക്കാൻ പറ്റുള്ളൂ? അതോ ഞാൻ എന്തിനാടെ ഇങ്ങോട്ട് വരുന്നേ? ഓ, എൻ്റെ കൈസ് നിങ്ങൾ നോക്കിയേ, ഈ മുകളിലത്തെ ടേബിൾ എത്രയോ സ്ഥലമുണ്ട്. എന്നിട്ട് ഒരു PS5. ഈ PS5 എന്താ ഈ 8 മീറ്റർ 7 മീറ്റർ നീളമുള്ള പോലെ സാധനമാണോ? എന്ത് ചിത്തരം കാണിക്കണേ ഗെയിം കാര്യം? ഡെവലപ്പേഴ്സ് എന്ത് ചിത്തരം കാണിക്കണേ? ഒരു ടേബിൾ, ഒരു PS5. ഇത്ര നീളമുണ്ട് ഈ ടേബിൾ, എത്ര PS5 വയ്ക്കാം? ഇതൊരുമാതിരി എങ്ങോട്ടാ പോണു? ഈ പുറത്തിരുന്ന ട്രാഷ് ബിന്നാണ് കഴിച്ചത്. ഞാനത് എടുത്ത് ഉള്ളിൽ കൊണ്ട് വെച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടണ്ടല്ലോ വെച്ചിട്ട്. മാങ്ങാതൊലി ഐ വേക്കടാ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഓടണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ സംഭവം അവിടെ കൊണ്ടുവന്ന് വെച്ചത്. ഇതിപ്പോൾ പുറത്ത് ഡസ്റ്റ്ബിന്നുണ്ടെന്ന് ഞാൻ അങ്ങോട്ട് പോകും. ഞാൻ മണ്ടൻ തന്നെയല്ലേ, പുറത്ത് പറഞ്ഞ കൂടെ കിടക്കുന്നുണ്ട്. ഞാൻ അതേപോലെ വീൽ സ്പിൻ ചെയ്തട്ടോ എനിക്ക് PS5 കിട്ടിയത്. അല്ലാണ്ട് ഞാൻ ഓർഡർ ചെയ്തൊന്നല്ല. ഓക്കെ, നിങ്ങളത് മൈൻഡിൽ വെച്ച് പറഞ്ഞു. പിന്നെ ചാനൽ കൂടി സബ് ചെയ്യട്ടോ, പ്രത്യേകം എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഓക്കെ, എപ്പോഴെപ്പോഴും ഞാൻ വന്ന് പറയണം നിങ്ങളോട് സബ് ചെയ്യുന്നൊക്കെ. നിങ്ങളെന്താ ഈ സബ് ചെയ്യാത്തേ? എന്നാലും എന്ത് ചിത്തര കഴിച്ച് ഗെയിമാര് കാണിക്കണേ? ഒരു പെട്ടിക്ക് 2 എണ്ണം വെച്ച് തന്നൂടെ? അറ്റ്ലീസ്റ്റ് നമ്മൾ വലിയൊരു ബോക്സ്, ഒരു കണ്ടെയ്നർ ബോക്സിനകത്ത് ഒരു പെട്ടി PS5 വെച്ച് തന്നാലുള്ള അവസ്ഥ നോക്കിയ ഗൈസ്. അതേമാതിരിയാണ് ഈ ഒരു ബോക്സിനകത്ത് ഒരു PS5 വെച്ച് തന്നേക്കണം നോക്കിയേ. നമ്മൾ സാധനം PS5 മേടിക്കുമ്പോൾ അതിന് ഒരു സ്പെഷ്യലായിട്ടൊരു ബോക്സ് ഉണ്ടാവും സോണിയുടെ. അതൊന്നും ഇല്ല ഇതിന്. ജസ്റ്റ് ആ പെട്ടി തുറക്കുന്നു, PS5 ഇരിക്കുന്നു. ഓഹ്, ഇങ്ങനെ ഉണ്ടാവാതെ വരിക. ഐ എം ഗോയിങ് ടു ഓർഡർ ന്യൂ ഐറ്റംസ്. കുറച്ച് പുതിയ സാധനങ്ങൾക്ക് ഓർഡർ കൊടുത്തിട്ട് വരാം ഗൈസ്. ലോൺ എടുക്കാൻ പറ്റുമോ? ഒരു 500 രൂപ ലോൺ എടുക്കാമല്ലേ? അയ്യോ, ഹയർ ഫോർ 1 day. ബസ് നമുക്ക് പുതിയ സാധനം ഓർഡർ ചെയ്യാം കേട്ടോ. മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഒരെണ്ണയുണ്ട്, മൗസ്, പിന്നെ ഗൈസ് എക്സ്ബോക്സ്, ഒക്കെ ഗൈസ് ആഡ് ചെയ്തിട്ടുണ്ട്.
നമുക്കത് ഉള്ളിലേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, മൗസ് ഒന്നുണ്ട്. ഗൈസ്, അപ്പോൾ കുറേ നേരം നമ്മൾ കളിക്കാൻ നോക്കി. കുറേ നേരം ജസ്റ്റ് 15 minutes ആയി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ഗെയിം സ്റ്റോർ സിമുലേറ്ററിൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് 3 വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.